ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുമിത്രയും അതുപോലെ സരസ്വതി അമ്മയും രഞ്ജിതയുടെ വീട്ടിൽ താമസിക്കും എന്നുള്ള വാശിയിൽ തന്നെ സരസ്വതി അമ്മ നിൽക്കുക. അപ്പോൾ എന്തൊരു കഷ്ടമാണ് ഇത് എന്ന് പൂജ ചോദിക്കുമ്പോൾ, കഷ്ടമല്ല ഇത് അഹങ്കാരമാണെന്നും പറഞ്ഞ് രഞ്ജിത വലിയ ആളാകുന്നു. അപ്പം രഞ്ജിതയുടെ ആളാകലും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നീ ഇവിടെ നിന്നോളാനായിട്ട് സരസ്വതി അമ്മ പൂജയോട് പറയുന്നത് കേട്ടപ്പോൾ മകന് ഭയങ്കര സന്തോഷമായി. കിട്ടിയ അവസരത്തിൽ പൂജയെ കൈക്കലാക്കാം എന്നാണ് ആശാൻ വിചാരിച്ചത്. പക്ഷേ അത് വെറും ദിവാസ്വപ്നമായി മാറിപ്പോവുകയാണ്. എന്തായാലും സുമിത്രയും അതുപോലെ സരസ്വതി അമ്മയും രോഹിത്തിൻ്റെ വീട്ടിൽ തന്നെ താമസിക്കാൻ തീരുമാനിക്കുന്നു. പ്രത്യേകിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവിടെ നിന്ന് പോവില്ല എന്ന് സരസ്വതി അമ്മ കട്ടായം പറഞ്ഞതോടുകൂടി രഞ്ജിതയ്ക്കോ സുമിത്രയ്ക്കോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. സുമിത്രേ, നീ വീട്ടിൽ പോയി അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അത് പറയുമ്പോൾ സുമിത്രയാണെങ്കിലും മനസ്സിൽ പലതും പ്ലാൻ ചെയ്യുവാണ്. ശരി അമ്മേ, പോയി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം അമ്മ എന്താ ഈ പറയുന്നേ, അല്ലെങ്കിൽ അമ്മ എന്താ ഈ ചെയ്യാൻ പോണേന്ന് പൂജ ചോദിച്ചപ്പോൾ, മോള് വാ, നമുക്ക് വീട്ടിൽ പോയി സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പങ്കജിന് ഭയങ്കര സന്തോഷം. പങ്കജിൻ്റെ വർത്തമാനങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതയ്ക്കാകെ നെഞ്ചിന് ഒരു ആളലായി. കാരണം ഇവനെന്താ ഇങ്ങനെ, ഇവനും സൈഡ് പിടിക്കുവാണോ, ഇവൻ എന്താ പറ്റിയെന്നൊക്കെ രഞ്ജിത ഇങ്ങനെ നിന്ന് ആലോചിക്കുന്നുണ്ടേ. അപ്പോഴേക്കും സുമിത്രയും അതുപോലെ തന്നെ നമ്മുടെ പൂജയും കൂടി അങ്ങോട്ടേക്ക് പോയി. ഇവർ രണ്ടുപേരും കൂടി പോകുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നു മകൻ. അമ്മയാണെങ്കിൽ നെഞ്ചിൽ പഞ്ഞി വെച്ചാൽ കത്തും, അത്രയ്ക്ക് ആദ്യം വ്യാധിയായിട്ട് ഇങ്ങനെ നിൽക്കുക. ആ സമയം അരവിന്ദനും ആകെ ടെൻഷനായി. ദൈവമേ, ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുമെന്ന് ഓർത്തിട്ട്. സരസ്വതി അമ്മയാണെങ്കിൽ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ, അല്ലെങ്കിൽ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള മട്ടിൽ യാതൊരു കൂസലും ഇല്ലാതെ കട്ടിലേ തന്നെ കിടക്കുന്നു. അപ്പോൾ പൂജയാണെങ്കിൽ സുമിത്രയോട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തീ കാണിക്കുന്നതെന്ന്. മോള് വാ, വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് മോളെ വിളിച്ചുകൊണ്ട് പോകുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ഈ സമയത്ത് നമ്മുടെ സരസ്വതി അമ്മ കട്ടിലിൽ കിടന്നുകൊണ്ട് സുമിത്ര ഇപ്പോൾ വരും, സുമിത്ര ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുമിത്രയും ഞാനും ഇവിടെ താമസിക്കും, അതിനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല തുടങ്ങിയ ഡയലോഗുകളും കാര്യങ്ങളും സരസ്വതി അമ്മ ഇറക്കി കഴിഞ്ഞപ്പോഴേക്കും ഞാനിവിടെ രാജ്ഞിയെപ്പോലെ കഴിയാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് ഒരു ചിരിയും ചിരിച്ച്, അങ്ങനെ ആവശ്യമില്ലാത്ത സ്വപ്നങ്ങളൊന്നും കാണണ്ടെന്ന് പറഞ്ഞു രഞ്ജിത. നിങ്ങളും നിങ്ങളുടെ സുമിത്രയും ഇവിടെ താമസം തുടങ്ങിയാൽ വേലക്കാരി പോയിട്ട് ഒരു സ്ഥാനം, വേലക്കാരിയുടെ സ്ഥാനം പോലും ഞാൻ നിങ്ങൾക്ക് തരില്ല, അല്ലെങ്കിൽ ഒരു തോഴിയുടെ സ്ഥാനം പോലും ഞാൻ നിങ്ങൾക്ക് തരില്ല. പിന്നെയല്ലേ രാജ്ഞി. നിങ്ങളും നിങ്ങളുടെ സുമിത്രയും ഇവിടെ താമസം തുടങ്ങ്, അപ്പോഴറിയാം നിങ്ങളുടെ ജീവിതം എത്രത്തോളം ദുഷ്കരമാണെന്നും ഞാൻ എത്രത്തോളം ദുഷ്ടയാണെന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് പറയുമ്പം നീ ഒരു ചുക്കും ചെയ്യില്ല രഞ്ജിതേ, നീ ഒരു ചുക്കും ചെയ്യില്ലെന്ന് ഈ സരസ്വതിക്ക് നന്നായിട്ട് അറിയാം. ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ രഞ്ജിതയുടെ വായ്ക്ക് ലോക്കിടുന്നു. അപ്പോൾ അതെ അരവിന്ദനാണെങ്കിൽ എന്തൊരു മരണമാണോ, ഇനിയിപ്പോൾ ഇതിൻ്റെ എല്ലാം ഞാൻ അനുഭവിക്കേണ്ടി വരുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുക. സരസ്വതി അമ്മ അന്നേരത്തേക്ക് അടുത്ത് ഓർഡർ ഇട്ട് കഴിഞ്ഞു, എനിക്കത് വേണം, എനിക്കിത് വേണം എന്നൊക്കെ പറയും. പൂജയും കൂടെ വരുന്നത് കൊണ്ട് ആ സമയം പങ്കജ് വളരെ ഹാപ്പിയാണ്. മമ്മി, അച്ഛമ്മ പറഞ്ഞതല്ലേ ഉണ്ടാക്കി കൊടുക്കും മമ്മി എന്നും പറഞ്ഞുകൊണ്ട് അമ്മയെ കൊണ്ട് വേലക്കാരിപ്പണി ചെയ്യിപ്പിക്കാൻ മകൻ പോലും തയ്യാറാകുന്നു. അങ്ങനെ ഇതെല്ലാം കണ്ടും കേട്ടും തലയ്ക്ക് വട്ട് പിടിച്ച് രഞ്ജിതയും അതുപോലെ തന്നെ അരവിന്ദനും ഇരിക്കുക. ഈ സമയത്താണ് നമ്മുടെ സുമിത്രയും പൂജയും വീട്ടിലേക്ക് പോകാനായിട്ട് ടൗണിലൂടെ നടന്നു പോകുന്നത്. അപ്പോൾ യാദൃശികമായിട്ട് നാളുകൾക്ക് ശേഷം നമ്മുടെ സിദ്ധു ദേ നാട്ടിലേക്ക് എവിടെയായിരുന്നെന്നോ, എങ്ങനെയായിരുന്നെന്നോ, സിദ്ധുവിൻ്റെ അവസ്ഥ എന്തായിരുന്നെന്നോ, ആരുടെ കൂടെ ആയിരുന്നെന്നോ ഇതൊന്നും അറിയില്ല. പക്ഷേ സിദ്ധു ഇപ്പോൾ ദേ നാട്ടിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. എല്ലാവരെയും കാണാനും എല്ലാവരോടൊപ്പം താമസിക്കാനും ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ അതിനകത്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവാം. എന്തായാലും നമ്മുടെ സിദ്ധു നാട്ടിലേക്ക് വന്നെത്തുന്നു. സിദ്ധു വരുന്ന വണ്ടിയുടെ മുന്നിലൂടെയാണ് നമ്മുടെ സുമിത്രയും പൂജയും കൂടി ഇങ്ങനെ നടന്നു പോകുന്നത്. അപ്പോൾ സിദ്ധു പെട്ടെന്ന് ഇവരെ കണ്ടു. പെട്ടെന്ന് ഡ്രൈവറോട് വണ്ടി അവിടെ നിർത്താൻ പറഞ്ഞു. ഡ്രൈവർ വണ്ടി നിർത്തി. സിദ്ധു അങ്ങോട്ടേ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും, സുമിത്ര എന്നും പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും സുമിത്രയും പൂജ അവിടെ കടന്ന് ഒരു ഓട്ടോയിൽ കയറി പോക്കും കഴിച്ചു. അപ്പോൾ സുമിത്ര എന്നും പറഞ്ഞുകൊണ്ട് സിദ്ധു അവിടെ നിന്ന് വിളിച്ചെങ്കിലും വിളി കേട്ടതുമില്ല, കാണാനൊത്തതുമില്ല. എന്തായാലും സുമിത്രയും പൂജയും വീട്ടിലോട്ട് ചെന്നു. ഈ സമയത്ത് സിദ്ധു ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. നാളുകൾക്ക് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം സുമിത്രയൊക്കെ കണ്ടതാണ്. അപ്പോൾ സിദ്ധു അറിഞ്ഞ കാര്യങ്ങളൊന്നും അല്ല കൺമുന്നിൽ കാണുന്നത്. സുമിത്ര മരിച്ചു എന്നുള്ള ഒരു വാർത്തയൊക്കെ കുറേയൊക്കെ സിദ്ധുവിൻ്റെ ചെവികളിലും എത്തിയതാണ്. അതിനപ്പുറം സുമിത്ര ഇപ്പോൾ ജീവനോട് ഇതിൽ നടന്നു പോകുന്നു. ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത് എന്ന് സിദ്ധുവിന് പോലും ഒരു പിടുത്തവും കിട്ടുന്നില്ല. സിദ്ധു ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ വണ്ടിയിൽ കയറി സിദ്ധു ഇങ്ങ് പോരുക. ഈ സമയത്ത് സുമിത്രയും അതുപോലെ തന്നെ പൂജയും വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ സുമിത്രയാണെങ്കിലും മകളോട് ഇന്ന സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാൻ പറയുന്നു.
എടുത്തു വയ്ക്കാൻ പറയുമ്പോഴും അമ്മ ഇത് എന്തുദ്ദേശിച്ചാൽ എനിക്ക് മനസ്സിലാകുന്നില്ല. അവിടെ താമസം തുടങ്ങാനാണ് അമ്മയുടെയും പ്ലാൻ. അവിടെ താമസം തുടങ്ങിയാൽ വരുതാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് അമ്മയ്ക്ക് അറിയില്ല എന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്കെല്ലാം അറിയാം മോളെ. എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് അമ്മ അങ്ങോട്ടേക്ക് താമസിക്കാൻ പോകുന്നത്. അമ്മ മാത്രമാണ് അവിടെ താമസിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ചതികളൊക്കെ കണ്ടുപിടിക്കാനും അതുപോലെ രഞ്ജിതയുടെ നീക്കങ്ങൾ അറിയാനും പറ്റിയൊരവസരമാണ്. ഇനി ഇതുപോലൊരവസരം കിട്ടത്തില്ല. അതുകൊണ്ട് എൻ്റെ മോള് വിഷമിക്കേണ്ട, ഞാനും സരസ്വതി അമ്മയും മാത്രം മതി രഞ്ജിതയുടെ വീട്ടിലെന്ന് പറയുമ്പോൾ അമ്മ അങ്ങോട്ട് പോയാൽ ഞാനിവിടെ ഒറ്റയ്ക്കാവില്ലേ? ഇവിടെ എൻ്റെ അടുത്ത് ആരാ? ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണം എന്നാണ് അമ്മ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മോളെ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകുന്നു നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. നീ രഞ്ജിതയുടെ വീട്ടിൽ നിൽക്കുന്നത് അപകടകരമായ കാര്യമാണ്. പങ്കജനെ നിനക്കറിയാവുന്നതാണല്ലോ. നിന്നെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവൻ അവിടെ താമസിക്കാനുള്ള എല്ലാ അനുവാദങ്ങളും തന്നത്. പക്ഷേ അവൻ്റെ ചതിക്കുഴിയിലേക്ക് എൻ്റെ മോളെ പറഞ്ഞയക്കാൻ അമ്മയ്ക്ക് ഒരിക്കലും കഴിയില്ല. അമ്മ അങ്ങനെ ഒരിക്കലും ചെയ്യില്ലെന്ന് നിനക്കറിയാമല്ലോ. നിനക്കിപ്പോൾ ഈ ലോകത്തിൽ ഞാൻ കഴിഞ്ഞാൽ ഏറ്റവും സേഫായി നിൽക്കാൻ പറ്റുന്നത് ദീപുവിൻ്റെ വീടാണ്. ചിത്രയും അപ്പുവും അതുപോലെ ദീപുവൊക്കെ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും. ഞാനില്ലാതിരുന്ന സമയത്തും നീ അവരുടെ ആ ഒരു ഇതിൽ തന്നെ ആയിരുന്നില്ലേ താമസം? ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം കൂടി നിനക്ക് അവരുടെ വീട്ടിൽ നിൽക്കാമല്ലോ. പിന്നെ അമ്മയും അതുപോലെ അച്ഛമ്മയും അവിടുന്ന് തിരിച്ചു വരുന്ന സമയത്ത് നിനക്ക് മടങ്ങി ഇങ്ങ് വരികയും ചെയ്യാം. അതുകൊണ്ട് എൻ്റെ മോളൊരു കാര്യം ചെയ്യുക, ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് തൽക്കാലം അവിടെ പോയി നിൽക്കാൻ പറഞ്ഞു. എന്നാലും അമ്മ ഇത് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നോടൊന്ന് പറയാൻ പറയുമ്പോൾ അതൊന്നും പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല മോളെ എന്ന് പറഞ്ഞു. കാരണം അതിന് പറയാനൊക്കെ സമയം വരുന്നുണ്ട്. എന്തായാലും രഞ്ജിതയുടെയും അതുപോലെ അരവിന്ദൻ്റെയും ഒന്നും ചതി ഇനി നടക്കില്ലെന്നും ഒരു പരിധി വരെ അമ്മ അത് കണ്ടുപിടിച്ചിട്ടേ വരുള്ളൂ എന്നുള്ള കാര്യങ്ങളും പറഞ്ഞ് അല്ലെങ്കിൽ പൂജയോട് പറഞ്ഞ് സുമിത്ര അങ്ങോട്ടേക്ക് അതായത് രോഹിത്തിൻ്റെ വീട്ടിലേക്ക് സ്ഥിരതാമസം എന്നുള്ള രീതിയിൽ തന്നെ പോവുകയാണ്. അപ്പോൾ പൂജയെ അതിനു മുമ്പ് കൊണ്ടുപോയി ദീപുവിൻ്റെ വീട്ടിലാക്കണം. അതിനുവേണ്ടി പൂജയോടും ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ വീട്ടിൽ നിന്ന് പോകുന്നു. പൂജ ചിത്രയുടെ അടുത്തേക്കും സുമിത്ര സരസ്വതി അമ്മയുടെ അടുത്തേക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ യാത്രയായി. അങ്ങനെ അവരുടെ കാര്യങ്ങളെല്ലാം സേഫായി ആ ഒരു രീതിയിലും മൈൻഡിലും ഒക്കെ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകണം. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷമായിട്ടാണ് എന്തായാലും കഥ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ സുമിത്രയുടെയും അതുപോലെ സരസ്വതി അമ്മയുടെയും ഇനി സംഹാര താണ്ഡവം ഈ പറയുന്ന രഞ്ജിത കാണാനിരിക്കുന്നതേ ഉള്ളൂ. രഞ്ജിതയ്ക്ക് സുമിത്ര ആരാണെന്ന് പറഞ്ഞു കേട്ടുള്ള അറിവല്ലേ ഉള്ളൂ. നേരിട്ട് കണ്ടു അനുഭവിച്ചുള്ള യാതൊരു അറിവുമില്ലല്ലോ. അതുകൊണ്ട് ഇനി സുമിത്ര എന്താണെന്ന് അനുഭവങ്ങളിൽ നിന്ന് അറിയാനാണ് രഞ്ജിത തയ്യാറെടുക്കുന്നത്. രഞ്ജിതയ്ക്ക് ഈട്ടിവെട്ട് പണി ഉണ്ടെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ പുത്തൻ വിശേഷങ്ങളുമായിട്ട് കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്